ഇറാനിലെ മിനാബ് സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ബോംബാക്രമണം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്കിടയിൽ മരണസംഖ്യ വർദ്ധിക്കുന്നതും സംഘർഷ മേഖലകളിൽ കുട്ടികളുടെ സുരക്ഷയും ഉത്തരവാദിത്തവും സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പരിശോധന ആവശ്യപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ ഇറാൻ, അമേരിക്ക സഖ്യകക്ഷികൾ എന്നിവർക്കിടയിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്കും ഈ സംഭവം ഒരു കാരണമായിട്ടുണ്ട്. ദക്ഷിണ ഇറാനിൽ നിന്നുള്ള ഈ ചിത്രം ഒരു നാശനഷ്ടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മിനാബിൽ ഒരു പ്രൈമറി സ്കൂളിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി ഒരുക്കിയ ശവകുടീരങ്ങളുടെ നീണ്ട നിര കാണിക്കുന്ന ഈ ചിത്രം ആഗോള ശ്രദ്ധ നേടിയിരുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തിയ വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ഈ ചിത്രം ലോകം എമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. മിനാബിൽ നടന്ന ബോംബാക്രമണത്തിൽ 165 പേർ മരിച്ചതായും 96 പേർക്ക് പരിക്കേറ്റതായും ഇറാനി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ കണക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം മേഖലയിൽ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സിവിലിയന്മാർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് അമേരിക്ക അന്വേഷിച്ചു വരികയാണെന്നും പറയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ ദുഃഖവും രോഷവും ഉണർത്തിക്കൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിരത്തിവെച്ച തുറന്ന ശവകുടീരങ്ങളും ഓരോ കുഴിക്ക് ചുറ്റും വെള്ളച്ചായത്തിൽ അടയാളപ്പെടുത്തിയതും ആ ചിത്രത്തിൽ കാണാം. മിനാബിലെ ആക്രമണത്തിന് ശേഷം ഒരു വലിയ കൂട്ട ശവസംസ്കാരത്തിന് തയ്യാറെടുക്കുന്ന ഒരുക്കങ്ങളാണ് സമീപത്ത് നിശബ്ദരായി നിൽക്കുന്ന ബന്ധുക്കളും നാട്ടുകാരെയും കാണാം. ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 160-ൽ അധികം നിരപരാധികളായ കുട്ടികൾക്കായി ഒരുക്കുന്ന ശവകുടീരങ്ങളാണ് അതെല്ലാം. അവരുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിപ്പോയിരുന്നു. ഗാസ മുതൽ മിനാബ് വരെ നിരപരാധികളെ കൊടും ക്രൂരമായി കൊല ചെയ്യുന്നു എന്നാണ് അബ്ബാസ് അരാക്ചി ആ ചിത്രത്തോടൊപ്പം കുറിച്ചത്. സാധാരണക്കാരുടെ ദുരിതം ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇറാനി ഉദ്യോഗസ്ഥർ ഈ ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്കെതിരായ ആക്രമണമായി ഈ സംഭവത്തെ ഇറാൻ അവതരിപ്പിക്കുകയാണ്. ഇറാൻ മിഷൻ ഇന്ത്യയും എക്സിൽ മറ്റൊരു പോസ്റ്റിലൂടെ ഈ സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. ആ ശ്മശാനത്തെ ചെറിയ മാലാഖമാർക്കായുള്ള ചെറിയ കല്ലറകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മിനാബിലെ എലമെന്ററി സ്കൂൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്വർഗത്തിൽ ഒരുമിച്ച് അടുത്തു നിൽക്കുന്നു എന്നും ആ പോസ്റ്റിൽ പറയുന്നു. മിനാബിലെ ആക്രമണത്തെ സാധാരണക്കാരുടെ കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമായി UN-ൽ ഇറാൻ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരു യുദ്ധക്കുറ്റവും മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യവുമാണെന്നും ഇറാൻ ആരോപിച്ചു. സംഘർഷ മേഖലകളിൽ കുട്ടികളെ ബാധിക്കുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ഉദാഹരണമാണ് ഈ ആക്രമണം എന്നും ഇറാൻ പ്രതിനിധികൾ വാദിച്ചു. എന്നാൽ മിനാബിന് സമീപമോ ഇറാൻ ഉദ്യോഗസ്ഥർ പരാമർശിച്ച ആ വിശാലമായ പ്രദേശത്തോ തങ്ങൾ യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടത്തിയതായി അറിയില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. സാധാരണക്കാർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തങ്ങൾ പഠിച്ചു വരികയാണെന്ന് അമേരിക്കൻ സൈന്യം പറയുന്നു. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസമാണ് മിനാബിലെ സ്കൂളിന് നേരെയും വ്യോമാക്രമണം ഉണ്ടായത്. ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നവർ യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ ഇറാനിലെ പ്രൈമറി സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. 160-ൽ പരം കുഞ്ഞുങ്ങളാണ് തങ്ങൾ പഠിക്കുന്ന ആ സ്കൂളിൽ മരിച്ചു വീണത്.